ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൂസ് പോലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് 3-4 കമൻറ്റ് വന്നായിരുന്നു, എങ്ങനെയാണ് ഓഫ്ഷോർ ജോലി കിട്ടിയത്, എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ, എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതിനെ കുറിച്ചൊക്കെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് ഓഫ്ഷോർ ജോലി കിട്ടിയതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം ഞാൻ നാട്ടിലാണുള്ളത്, എമർജൻസി ആയിട്ടൊന്ന് വന്നതായിരുന്നു, പിന്നെ ഞാൻ തിരിച്ചു പോയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓഫ്ഷോർ എനിക്ക് ജോലി കിട്ടിയതിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയം ബെസേലിയസ് കോളേജ് ഞാൻ ഡിഗ്രി പാസ്സായത്. ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചു. ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ട് ഞങ്ങൾ ഒരു 6 പേര് ഒരു ഏജന്റ് മുഖാന്തരം ഞങ്ങൾ ബോംബെക്ക് പോയി. ആ ഏജന്റ് ഞങ്ങൾ ഒരു 6,000 രൂപ കൊടുത്തിട്ടാണ് പോകുന്നത്. ഏജന്റ് ഞങ്ങൾക്ക് റൂം റെഡിയാക്കി, അതുപോലെ തന്നെ ജോലി റെഡിയാക്കി തന്നു. അപ്പോൾ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാള്, പിന്നെയാണെന്ന് വെച്ചാൽ കുക്കിംഗ് കുറച്ചൊരു സ്പേസും. ഇപ്പോൾ ബോംബെയിലൊക്കെ പോയാലൊക്കെ അറിയാം, അതൊക്കെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് ബോംബെയിലെ. അപ്പോൾ അങ്ങനെ ജോബിന് ഞങ്ങൾ കയറി. ജോബ് എന്ന് വെച്ചാൽ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയ ജോബൊന്നും അല്ലായിരുന്നു. അവിടെ എല്ലാ പണിയും ചെയ്യണം, ഹെൽപ്പറിൻ്റെ പണി വരെ ചെയ്യേണ്ട ഒരു ജോബായിരുന്നു. ഞങ്ങൾ ഒരു മാസം അവിടെ വർക്ക് ചെയ്തു. ഒരു മാസം ഞങ്ങളൊരു 20 ദിവസം മാത്രം ജോലിക്ക് പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും റൂമിൽ ഇരുന്നു. നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ റൂമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പുറത്തായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റാണ്, 2 രൂപ കൊടുക്കണം ബാത്റൂമിൽ പോകണമെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ. അപ്പം നമുക്കൊക്കെ ഇവിടുന്ന് ചെന്നിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷേ ബോംബെയിലൊക്കെ പോയവർക്ക് അറിയാം, അവിടുത്തെ ആൾക്കാർ ഒരു വിഷയമല്ലത്. അവരവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ക്യൂ നിൽക്കുന്നത് ബാത്റൂമിൽ പോകാൻ വേണ്ടി. അത് ഞാൻ പറയാൻ വന്ന ഒരു കേസായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു മാസം അവിടെ വർക്ക് ചെയ്തു. ഒരു മാസം വർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഒരു കമ്പനി ജോലിക്ക് അപ്ലൈ ചെയ്ത് അവിടെ കിട്ടിയായിരുന്നു. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടെ പോയി ആ കമ്പനി ജോലിക്ക് പോയി. ആ കമ്പനി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാലറി ഒക്കെ വളരെ കുറവായിരുന്നു. റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ ദൂരമുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും റൂമും ഒക്കെ ആയിട്ടേ കുറേ ദൂരമുണ്ട്. അത് കാരണം ബോംബെയിലെ ട്രെയിനുകളിലെ യാത്രയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ആദ്യമായിട്ട് പോവല്ലേ. പിന്നെ അവിടെ ഒരു മാസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എല്ലാം തിരിച്ചു വരുമായിരുന്നു നാട്ടിലോട്ട്. പിന്നെ നാട്ടിൽ വന്നു, കേറ്ററിങ്ങിൻ്റെ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മളോട് പഠിച്ച് വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ബോംബെക്ക് പോകാം, അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അവൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാനും ഓർത്തെന്നാൽ പോയേക്കാമെന്ന് ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ റൂം റെഡിയായി. വെച്ചാൽ ആ റൂം റെഡിയാന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ അവിടെ ആ റൂമിൽ കുറേ ആൾക്കാരുണ്ട്. വെച്ചാൽ പല ആൾക്കാരുണ്ടായിരുന്നു. വെച്ചാൽ ഷിപ്പ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗൾഫിലൊക്കെ 5-6 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് സാലറി കൂടിയിട്ട് വേറെ ഇൻ്റർവ്യൂ അടിച്ച് പോകാനുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്കൊരു പുതിയ ആളല്ലേ, അപ്പം കുറേ ഏജൻസി പറഞ്ഞു തന്നു. എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് CV കൊടുക്കാനും. ഞങ്ങൾ അവിടെ എല്ലാം കൊണ്ട് കൊടുത്തു. പക്ഷെ ഒന്നൊന്നും വിളിച്ചിട്ടില്ല. നമുക്ക് എക്സ്പീരിയൻസും ഇല്ല, ഹിന്ദി അറിയത്തില്ല. അങ്ങനെ റൂമൊക്കെ കിട്ടി, റൂമിൽ താമസമൊക്കെ ആയി. അപ്പോൾ റൂമിലുള്ളവരൊക്കെ കേറ്ററിങ്ങിൻ്റെ വർക്കിന് പോകുന്നുണ്ടായിരുന്നു. വെച്ചാൽ ചിലവ് കാശ് ഒപ്പിക്കാൻ വേണ്ടി. അപ്പം ആഴ്ചയിൽ ഒരു 3 വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലവിലുള്ള കാശ് കിട്ടും. അത് വൈകിട്ട് 4 മണി തൊട്ട് 11 മണി വരെയാണ്. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ വാശി രഘുലീല മാൾ, അതിൻ്റെ ടോപ്പിലായിരുന്നു കേറ്ററിങ്ങിൻ്റെ പരിപാടി. അപ്പം ഒരു വർക്കിന് പോയി 200 രൂപ കിട്ടും. അത് കുറേ നാളത്തെ മുമ്പത്തെ കാര്യമാണ്. 200 രൂപ കിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരു 3 വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലവിനുള്ള കാശ് കിട്ടും. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പം ബോംബെ ചെന്ന് കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കൂട്ടുകാരൻ പറയുന്നത്, അവിടെ ഒരു ഓഫ്ഷോർ കമ്പനി വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു, അത് CV കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഏതായാലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചോദിച്ചു. ഇൻ്റർവ്യൂ ചോദിച്ചത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വെച്ചാൽ ഒന്നും പറയാനുള്ള അറിയത്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ അവർക്ക് ആളെ വേണ്ട കാരണം നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ ഓഫ്ഷോറിൽ ഒരു വർഷം വർക്ക് ചെയ്തു ബോംബെയിൽ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ റൂമിലോട്ട് വന്നു. റൂം അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ പ്രൊജക്റ്റ് കഴിഞ്ഞായിരുന്നു. വീണ്ടും തിരിച്ച് റൂമിൽ വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. അപ്പോൾ 1 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയതെന്നും പറഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ തുടങ്ങി. ചില ഇൻ്റർവ്യൂവിനൊക്കെ ചെന്ന് അവർ 5 വർഷം എക്സ്പീരിയൻസ് ആയി ചോദിക്കുന്നത്. കയറ്റി പോലും വിടത്തില്ല ഇൻ്റർവ്യൂവിനെ. നമ്മൾ രാവിലെ ചെല്ലും, പോയിട്ട് അതുപോലെ തിരിച്ചു പോരും. അപ്പം ബോംബെയിൽ നമ്മൾ പോകുന്നത് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ റെബാല അനൂപ്ടെക് ഒക്കെ അറിയാമോ? അപ്പം അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ രാവിലെ അവിടെ ഇഷ്ടംപോലെ ഇൻ്റർവ്യൂ ആയിരുന്നു. നമ്മുടെ ഈ ലിറ്റിൽ ഫേം പോലെ തന്നെയാണ്, അവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഒന്നും ചിലവരുടെ കാശ് വേണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ റൂമിലുള്ള ഈ പ്രൈവറ്റ് ഫയറിൻ്റെ വർക്കുണ്ട് അവിടെ. ഇപ്പം ബോംബെയിലൊക്കെ വലിയൊരു വർക്ക് നടക്കുകയാണെങ്കിൽ, ഫംഗ്ഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, നടക്കുകയാണെങ്കിൽ അവിടെ പ്രൈവറ്റ് ഫയറിൻ്റെ ആൾക്കാർ വേണം. അപ്പം നമ്മുടെ റൂമിലുള്ളവരൊക്കെ അതിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളെ കൊണ്ടുപോയി. അതിപ്പോൾ ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ 200 രൂപ കിട്ടും. അപ്പോൾ അത് ഇൻ്റർനാഷണൽ ഗോൾഡിൻ്റെ ഫെസ്റ്റിവൽ, അങ്ങനെ ഫെസ്റ്റിവലൊക്കെ വരുമല്ലോ വലിയ. എന്ന് വെച്ചാൽ വലിയ കല്യാണം വരെ നടക്കുമ്പോൾ ഇതുപോലെ ആൾക്കാർ വേണം. ഞാൻ ആദ്യം IPLൻ്റെ വർക്കിനൊക്കെ പോയിട്ടുണ്ട് ഫയറിൻ്റെ ഇതിലേ. അങ്ങനെ പോയി ചിലവുള്ള കാശ് കിട്ടും. അങ്ങനെ അവിടെ റൂമിൽ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കാണ് അവിടെ വേറെ കൂട്ടുകാരൻ പറഞ്ഞു,
ഒമാനിൻ്റെ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ട്, ഒരു മലയാളി കമ്പനിയാണ് കൊണ്ട് കൊടുത്തു നോക്കി, ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേര് കൊണ്ട് കൊടുത്തു. അവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. ഒരു 2-3 ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ റൂമിലുള്ളവരൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ആ റൂം എനിക്കൊരു അനുഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ ഈ ഇതൊക്കെ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അവരൊക്കെ തന്ന്. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ ഞങ്ങളൊരു 3 മാസത്തെ ഷട്ട്ഡൗൺ വേണ്ടി ഒമാനിന് പോയി. ഞങ്ങൾ 3 പേര് ഒമാനിലൊക്കെ വർക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് റൂമിലോട്ട് തന്നെയാണ് വരുന്നത്, ബോംബെക്ക് തന്നെ വരുന്നത്, നാട്ടിലോട്ട് വന്നില്ല. അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു മൂവ്മെൻ്റ് ആയി. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ വേറെ റെൻറ്റിന് പോയി, അത് ഖത്തറിലേക്ക്. അത് 3 മാസം ഇൻ്റർവ്യൂ ആയിരുന്നു, അതും പാസ്സായി. അതിനും പോയി. ഖത്തറിൽ 3 മാസം വർക്ക് ചെയ്തു. ഷട്ട്ഡൗൺ ആണേ. പിന്നെ വീണ്ടും വന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്തു. പിന്നെ 6 മാസത്തേക്ക് പോയി. അതും ഖത്തറിലാണ് കൂടുതൽ വരുന്നത്. അത് 6 മാസം വർക്ക് ചെയ്തു. പിന്നെ തിരിച്ച് നാട്ടിലൊക്കെ വന്നിട്ട് വീണ്ടും ബോംബെ ചെന്നിട്ട്, ബോംബെ ഞാൻ ഇൻ്റർവ്യൂ കൂടാൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ. പിന്നെ കെൻസിൽ വർക്ക് ചെയ്തു കുറച്ച് നാൾ. എവിടെ? ഖത്തറിൽ തന്നെയാണ്. അതൊരു 2.5 വർഷത്തോളം വർക്ക് ചെയ്തു. അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് കൊറോണ ആയിപ്പോയി. കൊറോണ ആയി കഴിഞ്ഞപ്പം നാട്ടിൽ പെട്ടുപോയി. അങ്ങനെ കൊറോണയൊക്കെ കഴിഞ്ഞ് പഴയ ജോലിയൊക്കെ പോയി. ഇനി പുതിയ ജോലി വേണ്ടേ? അപ്പോഴാണ് പത്രത്തിൽ കണ്ടത് ഓഫ്ഷോറിലേക്ക് വേക്കൻസി. ICL ഇൻ്റർനാഷണൽ സിറ്റി ലിങ്ക് എന്ന ഏജൻസി വഴിയാണ് ഞാൻ ഓഫ്ഷോറിലോട്ട് പോയത്. അതിൻ്റെ ഇൻ്റർവ്യൂ നടന്നു വെച്ചാൽ ലിറ്റിൽ ഫർ വെച്ചാണ്. അവിടെ ആ ഇൻ്റർവ്യൂ വന്നപ്പോഴാണ് ഭയങ്കര ഒരു രക്ഷയില്ല. സൂചി കുത്താനിടയിൽ ഈ കൊറോണ കഴിഞ്ഞ കാരണം ഭയങ്കര തിരക്കായിരുന്നു. അകത്തോട്ട് പോലും ആരും കയറ്റി വിടത്തില്ല. ആൾ വന്ന് ചോദിച്ചത് ഞാൻ ഓഫ്ഷോർ എക്സ്പീരിയൻസ് ഉള്ള ആരും ഉണ്ടെങ്കിൽ കയറ്റി വിടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ബോംബെ വർക്ക് ചെയ്തതാണല്ലോ, ഞാനിങ്ങനെ കാണിച്ച് അങ്ങനെ കയറിപ്പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി, ഓഫ്ഷോറിലോട്ട് പോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത സെക്കൻഡ് ബാച്ച് വരിക. ഞങ്ങൾ 30 പേരാണ് പോയത്. അത് കഴിഞ്ഞ് അടുത്ത ബാച്ച് വന്നതിനകത്ത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ, ഫാബ്രിക്കേറ്ററായിട്ട്. പിന്നെ 3 മാസം ഗൾഫിൽ 3 മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബാച്ച് വന്നപ്പോഴത്തേക്ക് അവർക്ക് ബൾക്കായിട്ട് ആളെ വേണമായിരുന്നു. കാരണം അവരവിടുത്തെ എല്ലാവരെയും ഒരിടത്തോട്ട് പോകുമായിരുന്നു ഇത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടേ. അങ്ങനെ അപ്പം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനും പോകാതിരിക്കരുത്, എല്ലാ ഇൻ്റർവ്യൂവിനും പോവുക. നമ്മളൊരു 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ചോദിക്കുന്ന ഏതോ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതൊന്ന് നോട്ട് വെച്ചിട്ട് അതൊന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് പോയി നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പിന്നെ ആരും ജോലി ഇല്ലാന്ന് വിഷമിക്കട്ടെ, ട്രൈ ചെയ്താൽ ഏത് ജോലിയാലും കിട്ടും. എൻ്റെ ഒരു അനുഭവം തന്നെയാണ്. വെച്ചാൽ ഞാൻ ആ ബോംബെ പോയി നിന്നുകൊണ്ടാണ് എനിക്ക് ഓഫ്ഷോർ വരെ എങ്ങും എത്തിയിട്ടില്ല, എന്നാലും ഓഫ്ഷോർ വരെ വരാൻ പറ്റിയത്. അതുകൊണ്ട് അത് ബോംബെ പോയി നിന്ന് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ എനിക്ക് പലരും മെസ്സേജ് എനിക്ക് ജോലി മേടിച്ച് തരാമെന്ന്. ഞാനിപ്പോൾ ഒരു ഏജൻസിയുടെയും ഒരു ഏജൻറ്റിൻ്റെ നമ്പർ ആർക്കും തരത്തില്ല. പക്ഷേ ഞാനിങ്ങനെ തന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യണം, നിങ്ങൾ നാളെ എന്നോട് ചോദിക്കത്തില്ലേ. അതുപോലെ എനിക്ക് ബോംബെ വെച്ചൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പം ബോംബെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനിയന് വേണ്ടി പുള്ളി മെക്കാനിക്കലായിരുന്നു, ജോലി വേണമെന്ന് ഞാൻ ഏജൻറ്റ് നമ്പർ കൊടുത്തു. ഏജൻറ്റ് 10,000 രൂപ വെച്ച് 2 പേരുണ്ടായി. 10,000 രൂപ വെച്ച് മേടിച്ചു, 20,000 രൂപ ഏജൻറ്റ് മേടിച്ചു. അവർക്ക് ഗുജറാത്തിലാണ് ജോലി റെഡിയാക്കി കൊടുത്തത്. അവിടെ ചെന്ന് നിന്നിട്ട് ഇവർ ആദ്യമായിട്ട് പോവുക ഗുജറാത്തിൽ. ഇവരവിടെ നിന്നില്ല. രണ്ടാമത്തെ ദിവസം ഒരാഴ്ച കാണുന്നിട്ട് ഇവർ തിരിച്ചു പോന്നു. എന്നോട് ചോദിച്ചു പൈസ 20,000 രൂപ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഏജൻറ്റിനോട് ചോദിച്ചു അവർക്ക് പൈസ കൊടുക്കാമെന്ന്. അപ്പം ഏജൻറ്റിനോട് പറഞ്ഞു ഞാൻ അങ്ങനെ അവർക്ക് പൈസ കൊടുക്കത്തില്ല, അവർക്ക് ഞാൻ ജോലി മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. പിന്നെ 20,000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് കൊടുത്തത്. അത് കാരണം ജോലി എനിക്ക് ആരും കമൻറ്റ് ചെയ്യിക്കുന്നത് ജോലി മേടിച്ചാൽ ട്രൈ ചെയ്യാൻ ജോലി കിട്ടും എല്ലാവർക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം പറയുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഓഫ്ഷോറിലെത്തിയത്. എൻ്റെ വീഡിയോ ഇപ്പോൾ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.